Good morning, dear children. How are you? Are you studying? Everybody study well and read the test very well. Okay. Be happy. Take care of your health. Study well. Okay. Let's start today. Let's come back to the topic. History, lesson 6, weavers, iron smelters and factory owners. In the last class, we had discussed different types of clothes, textiles produced in India in the 18th century. Then they were bandana, kosayas, chins and some of the today. Let's study Indian textiles in European market. European market Indian textiles in the demand by the early 18th century, worried by the popularity of Indian textiles, wool and silk workers in England began protesting against the import of Indian cotton textiles. അതായത് 18th സെഞ്ച്വറിയിൽ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൽക്ക്, കോട്ടൺ, സ്പൈസസ് എല്ലാം നമ്മുടെ ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം, മെഷീനറീസിൻ്റെ കണ്ടുപിടുത്തതിന് ശേഷം ഈ ഗുഡ്സ് എല്ലാം തന്നെ ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇന്നപ്പോൾ ഇന്ത്യൻ ഗുഡ്സിനാണ് ഏറ്റവും വലിയ ഡിമാൻഡ്, ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന്. അപ്പോൾ ഇതെങ്ങനെ ബാൻ ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്ട്സ് അങ്ങോട്ട് ഒരുപാട് ഡിമാൻഡ് ആകുമ്പോഴത്തേക്ക് ബ്രിട്ടനിലുള്ള അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറയും. അപ്പോൾ എങ്ങനെ ഇത് ബാൻ ചെയ്യാമെന്നായിരുന്നു ബ്രിട്ടീഷുകാർ തീരുമാനിച്ചിരുന്നത്. In 1720, the British government enacted a legislation banning the use of printed cotton textiles chins in England. Interestingly, this act was known as Calico Act. അങ്ങനെ 1720 ഒരു നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിന്നുള്ള ചിൻസ് എല്ലാ ക്ലോത്ത്സും ബാൻ ചെയ്തുകൊണ്ടുള്ള, എക്സ്പോർട്ടിംഗ് ബാൻ ചെയ്യുന്നതിനുള്ള ഒരു ഓർഡർ. ഈ ആക്ടിനെയാണ് കാലിക്കോ ആക്ട് എന്ന് പറയുന്നത്. അതായത് ബൈ ദ early 18th century, worried by the popularity of Indian textiles, wool and silk makers in England began protesting against the import of Indian cotton textiles. In 1720, the British government enacted a legislation banning the use of printed cotton textile chins in England. Interestingly, this act was known as the Calico Act. At this time, textile industries had just begun to develop in England. ഈ സമയത്ത് ഇംഗ്ലണ്ടിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. Unable to compete with Indian textiles, English producers wanted a secure market within the country by preventing the entry of Indian textiles. അതായത് ഇന്ത്യൻ ഗുഡ്സുമായിട്ട് അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ക്ലോത്ത്സ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ബാൻ ചെയ്യുന്നുള്ള ഒരു ആക്ട് വന്നു. The first to grow under government protection was the calico printing industry. Indian designs were now imitated and printed in England on white muslin or plain unbleached Indian cloth. അത് ഇന്ത്യൻ ക്ലോത്തിനാണ് ബ്രിട്ടനിൽ, അതായത് യൂറോപ്യൻ കൺട്രീസിൽ നല്ല ഡിമാൻഡ്. അപ്പോൾ ഇന്ത്യക്കാരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഫ്ലോറൽ ഡിസൈനും മസ്ലിൻ തുണിയിലായിട്ട് ഇന്ത്യൻ പ്രിൻ്റൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യുകയും അങ്ങനെ അവരുടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കോമ്പറ്റീഷൻ വിത്തിൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഓൾസോ ലെഡ് ടു സെർച്ച് ഫോർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇൻ ഇംഗ്ലണ്ട്. കോമ്പറ്റീഷൻ കൂടി വന്നപ്പോൾ പുതിയ ടെക്നോളജിക്കൽ ടെക്നോളജി ഇൻവെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1764 the spinning jenny was invented by John Cahill. In 1764, spinning jenny was invented by John Cahill. John Cahill എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ 1764 സ്പിന്നിങ് ജെന്നി കൊണ്ടുവന്നു. അപ്പോൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യും മെഷീനിൽ. The spinning jenny was invented by John Cahill, which increased the productivity of the traditional spindles. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഈ സ്പിന്നിങ് ജെന്നി സഹായിച്ചു. The invention of the steam engine by Richard Arkwright in 1786 revolutionized cotton textile weaving. Cloth could now be woven in immense quantities and cheaply too. അതായത് എന്താണ് 1786 റെവല്യൂഷണറി കോട്ടൺ ടെക്സ്റ്റൈൽ വീവിങ്. അങ്ങനെ 1786 കോട്ടൺ ടെക്സ്റ്റൈൽസ് നന്നായിട്ട് ഇംഗ്ലണ്ടിൽ ഡെവലപ്പ് ചെയ്തു. ക്ലോത്ത് കുഡ് നൗ ബി വോവൺ ഇൻ ഇമ്മൻസ് ക്വാണ്ടിറ്റീസ് ആൻഡ് ചീപ്ലി ടു. വളരെ കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ ക്ലോത്ത്സ് വീവ് ചെയ്യാൻ പറ്റും.
However, Indian textiles continued to dominate world trade till the end of the 18th century. പക്ഷേ എന്നിരുന്നാലും 18th centuryയുടെ അവസാനം വരെയും ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് തന്നെയായിരുന്നു യൂറോപ്പിൽ ഡിമാൻഡ്. യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ്, the Dutch, the French and the English made enormous profits out of this flourishing trade. These companies purchased cotton and silk textiles in India by importing silver. ആ സമയത്തൊക്കെ സിൽവർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാം തന്നെ ഇന്ത്യൻ ഗുഡ്സ് ആയിരുന്നു അങ്ങോട്ട് പർച്ചേസ് ചെയ്തിരുന്നത്. ബട്ട് ആസ് യു നോ, when the English East India Company gained political power in Bengal, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ബംഗാളിൽ അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അവർ സിൽവർ, ഗോൾഡ് തുടങ്ങിയ മെറ്റൽസ് ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടായിരുന്നു അങ്ങോട്ട് ഇവിടുന്ന് നമ്മുടെ കർഷകരിൽ നിന്നും നമ്മുടെ ക്ലോത്ത്സ് അതായത് സിൽക്ക്, കോട്ടൺ തുടങ്ങിയ ഗുഡ്സ് ഒക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ബംഗാൾ അവർ കൈയടക്കി കഴിഞ്ഞപ്പോൾ, സബ്ജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് നോ ലോങ്ങർ ഹാഡ് ടു ഇമ്പോർട്ട് പ്രഷ്യസ് മെറ്റൽ ടു ബൈ ഇന്ത്യൻ ഗുഡ്സ്. ഇങ്ങോട്ട് അവർ പ്രഷ്യസ് മെറ്റൽസ് ഒന്നും ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ നമ്മുടെ ഇവിടുന്ന് ടാക്സ്, ബംഗാളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ടാക്സ് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഫാർമേഴ്സിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നു. Instead, they collected revenue from peasants and zemindars in India and used this revenue to buy Indian textiles. ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ട് ഇന്ത്യക്കാർക്ക് അത് തന്നെ കൊടുത്തിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു ചിലവില്ലാതെ നമ്മുടെ ഇന്ത്യൻ ഗുഡ്സ് ബ്രിട്ടീഷ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. Then who were the weavers? വീവിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. വീവിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ക്ലോത്ത്സ് വീവ് ചെയ്യാൻ പറ്റുള്ളൂ. Who were the weavers? വീവേഴ്സ് ആരാണ്? Weavers often belong to communities that specialize in weaving. വീവിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത കമ്മ്യൂണിറ്റീസിനെയാണ് വീവിംഗ് കമ്മ്യൂണിറ്റി. വീവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ ഒരു ജോലിയല്ല അത്. വീവിംഗ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യലൈസ് ചെയ്ത കമ്മ്യൂണിറ്റി ഉണ്ട്. വീവിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ട്, അവരാണ് വീവേഴ്സ്. Their skills were passed on from one generation to the next. അവരുടെ സ്കിൽസ്, വീവിംഗ് സ്കിൽ അവർ ഓരോ ജനറേഷൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. The Tandi weavers of Bengal, the Julahas or Momin weavers of North India, Sail and Kaikalar and Devangs of South India were some of the communities famous for weaving. കുറച്ച് ഫേമസ് ആയിട്ടുള്ള വീവിംഗ് കമ്മ്യൂണിറ്റീസ് ആണ് ഉള്ള വീവേഴ്സ് ആണ്. The Tandi weavers of Bengal, ബംഗാളിലെ താന്തി വീവേഴ്സ്. The Julahas or Momin weavers of North India, the Julahas or Momin weavers of North India, Sail and Kaikalar and Devangs of South India are some of the communities famous for weaving. അത് വീവിങ്ങിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ് ഇവരൊക്കെ. The first stage of production was spinning. ഈ താന്തി വീവേഴ്സ് ഓഫ് ബംഗാൾ, ബംഗാളിൽ ഫേമസ് ആയിട്ടുള്ള വീവിംഗ് കമ്മ്യൂണിറ്റിയാണ് താന്തി. The Julahas or Momin weavers of North Indian weavers ആണ് Momin weavers, Julahas. And Sail and Kaikalar and Devangs of South India. South Indian weavers ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള Sail, Kaikalar and Devangs. These are some of the famous weaving communities of India. ഇന്ത്യയിലെ weaving communities ആയതൊക്കെ. Then the first stage of production was spinning ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് വീവിംഗ്. എ വർക്ക് ഡൺ മോസ്റ്റ്ലി ബൈ സ്പിന്നിങ് എന്ന് പറയുന്ന വർക്ക് ചെയ്യുന്നത് വീവിംഗ് കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളാണ്. ദ ചർക്ക ആൻഡ് ദ തക്ലി വെയർ ഹൗസ് ഹോൾഡ് സ്പിന്നിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. വീട്ടിലിരുന്ന് അവർ ചർക്കയിലൂടെയും തക്ലിയിലൂടെയുമാണ് സ്പിന്നിങ് ചെയ്യുന്നത്. സ്പിന്നിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. തക്ലിയിൽ ചർക്ക ഉപയോഗിച്ച് സ്പിന്നിങ് ചെയ്യുന്നു. ദ ത്രെഡ് വാസ് സ്പൺ ഓൺ ദ ചർക്ക ആൻഡ് റോൾഡ് ഓൺ ദ തക്ലി. When the spinning was over, the thread was woven into cloth by the weaver. In the most communities, weaving was a task done by men. In the most communities, weaving was a task done by men. വീവിംഗ് ചെയ്യുന്നത്, സ്പിന്നിങ് ചെയ്യുന്നത് സ്ത്രീകളും, വീവേഴ്സിൻ്റെ വീവിംഗ് കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളും. പിന്നെ ആരാണ് സ്പിന്നിങ് ചെയ്യുന്നത്, വീവിംഗ് ചെയ്യുന്നത് പുരുഷന്മാരുമാണ്. ഫോർ കളർ ടെക്സ്റ്റൈൽസ് ദ ത്രെഡ് വാസ് ഡൈഡ് ബൈ ദ. കളറിങ്ങിന് വേണ്ടി അവർ ഡയറിൽ ഡൈ ചെയ്യുകയും അതിന് റാങ്ക്രസ് എന്ന് പറഞ്ഞ റാങ്ക്രസ് എന്ന് പറയുന്ന ഡയറിലാണ് അവർ ഡൈ ചെയ്യുന്നത് കളറിന് വേണ്ടിയിട്ട്. ദ ത്രെഡ് വാസ് ഡൈഡ് ബൈ ദ ഡയർ നോൺ ആസ് റാങ്ക്രസ്. ഫോർ പ്രിന്റഡ് ക്ലോത്ത് വീവേഴ്സ് നീഡഡ് ടു ഹെൽപ്പ് സ്പെഷ്യലിസ്റ്റ് ബ്ലോക്ക് പ്രിന്റേഴ്സ് നോൺ ആസ് ചിപ്പിഗാർസ്. ചിപ്പിഗാർസ് എന്ന് പറയുന്ന പ്രിന്റഡ് ക്ലോത്ത്, അതായത് ഫോർ പ്രിന്റഡ് ക്ലോത്ത് വീവേഴ്സ് നീഡഡ് ദ ഹെൽപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ബ്ലോക്ക് പ്രിന്റേഴ്സ്. ബ്ലോക്ക് പ്രിന്റേഴ്സ് ആണ് അന്ന് ചെയ്തിരുന്നത്. ചിപ്പിഗാർസ് എന്ന് പറയുന്ന ബ്ലോക്ക് പ്രിന്റേഴ്സ് ആണ് അവർ പ്രിന്റിങ്ങിന് ഉപയോഗിച്ചിരുന്നത്. ഹാൻഡ്ലൂം വീവിംഗ് ആൻഡ് ഓക്യുപ്പേഷൻ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് പ്രൊവൈഡഡ് ലൈവ്ലിഹുഡ് ഫോർ മില്യൻസ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്ക് ഇതൊരു അവരുടെ ജീവിതമാർഗ്ഗം തന്നെയായിരുന്നു ഈ വീവിങ്. ഇതുപോലെ തന്നെ സ്പിന്നിങ്ങും വീവിങ്ങും ഒക്കെ ഒരുപാട് ആൾക്ക് ഓക്യുപ്പേഷൻ, ജീവിതമാർഗ്ഗം കൂടെ ആയിരുന്നു. Then the decline of Indian textile. How this textile industry declined in India? The development of cotton industries in Britain affected textile producers in India several ways. അതായത്
ഇന്ത്യയിൽ കോട്ടൺ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വർക്കേഴ്സിനെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്തു. ഫസ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ നൗ ഹാഡ് ടു കോമ്പീറ്റ് വിത്ത് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ ഇൻ ദ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ മാർക്കറ്റ്സ്. അതായത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ നൗ ഹാഡ് ടു കോമ്പീറ്റ് വിത്ത് ഇത് യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ത്യക്കാർക്ക് അവരുമായിട്ട് അമേരിക്കൻസും യൂറോപ്യൻസുമായിട്ട് മത്സരിക്കേണ്ടി വന്നു. സെക്കൻഡ്, എക്സ്പോർട്ടിംഗ് ടെക്സ്റ്റൈൽസ് ടു ഇംഗ്ലണ്ട് ഓൾസോ ബിക്കേം ഇൻക്രീസിംഗ് ഡിഫിക്കൽട്ട് സിൻസ് വെരി ഹൈ ഡ്യൂട്ടീസ് വെർ ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ടു ബ്രിട്ടൻ. ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് അവർ വളരെ ഹൈ ടാക്സ് കൂടെ ഇമ്പോസ് ചെയ്തപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തന്നെ ഡിക്ലൈൻ ചെയ്യാൻ സഹായമായി. By the beginning of the 19th century, English made cotton textiles successfully and outstood Indian goods from their traditional markets in Africa, America and Europe. Thousands of weavers in India were now thrown out of employment. അങ്ങനെ യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക പോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ, ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പിലൊക്കെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിങ് സ്റ്റോപ്പ് ചെയ്യുകയും പലരും അവരുടെ ജോലി തന്നെ ഉപേക്ഷിച്ചു. ബംഗാൾ വീവേഴ്സ് വേർ ദ വേഴ്സ്റ്റ് ഹിറ്റ്. ബംഗാളിലുള്ള വീവേഴ്സാണ് ഏറ്റവും അത് അഫക്റ്റ് ചെയ്തത്. ഇംഗ്ലീഷ് ആൻഡ് യൂറോപ്യൻ കമ്പനീസ് സ്റ്റോപ്ഡ് ബൈയിങ് ഇന്ത്യൻ ഗുഡ്സ് ഫോർ ദെയർ ഏജൻറ്റ്സ് നോ ലോങ്ങർ ഗവേർഡ്. അങ്ങനെ ഇംഗ്ലീഷ് യൂറോപ്യൻ കമ്പനീസൊക്കെ ഇന്ത്യയിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയും ഡിസ്ട്രസ് ദ വീവേഴ്സ് റോട്ട് പെറ്റീഷൻസ് ടു ദ ഗവൺമെൻറ് ടു ഹെൽപ്പ് ദം. അങ്ങനെ നമ്മുടെ ഡിക്ലൈൻ ചെയ്ത വീവേഴ്സ് എല്ലാം തന്നെ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി ഗവൺമെൻറ്റിന് പരാതി കൊടുക്കുകയും ചെയ്തു. ബൈ വേഴ്സ് വാസ് സ്റ്റിൽ കം. ബൈ ദ 1830s ബ്രിട്ടീഷ് കോട്ടൺ ക്ലോത്ത് ഫ്ലഡഡ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. പിന്നെയും അവർ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. 1830s ബ്രിട്ടീഷ് കോട്ടൺ ക്ലോത്ത്സ്, ബ്രിട്ടീഷുകാർ പ്രൊഡ്യൂസ് ചെയ്ത കോട്ടൺ ക്ലോത്ത്സ് ഇന്ത്യയിലേക്ക് വരികയും ഇൻഫാക്ട് ദ 1880s 2/3 ഓഫ് ഓൾ ദ കോട്ടൺ ക്ലോത്ത്സ് ഓൺ ബൈ ഇന്ത്യൻസ് വെർ മെയ്ഡ് ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. അതായത് 1830s ഇന്ത്യക്കാർ ഓൺ ചെയ്യുന്ന ഭൂരിഭാഗം മെജോറിറ്റി ആൾക്കാരും ഉപയോഗിക്കുന്ന ഡ്രസ്സെല്ലാം ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ ഡിക്ലൈൻ ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും വളരെയധികം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്തവർ. ഇൻഫാക്ട് വിത്ത് 1880s 2/3 ഓഫ് ഓൾ ദ കോട്ടൺ ക്ലോത്ത്സ് ഓൺ ബൈ ഇന്ത്യൻസ് വെർ മെയ്ഡ് ഓഫ് cloth produced in Britain. This affected not only specialist weavers but also spinners. ഇത് നമ്മുടെ സ്പെഷ്യലിസ്റ്റ് വീവിംഗ് കമ്മ്യൂണിറ്റിയെ, സ്പിന്നേഴ്സിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്തു. Thousands of rural women who made a living by spinning cotton thread were rendered jobless. ഒരുപാട് ആൾക്കാർക്ക് ജോബ്ലെസ് ആയി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു. ഹാൻഡ്ലൂം വീവിംഗ് ഡിഡ് നോട്ട് കംപ്ലീറ്റ്ലി ഡൈ ഇൻ ഇന്ത്യ. പക്ഷേ ഹാൻഡ്ലൂം വീവേഴ്സ്, പവർ ലൂംസിൻ്റെ കാര്യം പറഞ്ഞ ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പോഴും പിടിച്ചു നിന്നു. This was because some type of clothes could not be supplied by machines. ചില ചില ക്ലോത്ത്സ് മെഷീൻസ് ചെയ്യാൻ പറ്റത്തില്ല, ഹാൻഡ് വർക്ക് തന്നെ വേണം. അങ്ങനെ ഹാൻഡ്ലൂം വീവേഴ്സ് ഇവിടെ പിടിച്ചു നിൽക്കുകയും how could machines produced sarees with intricate borders or clothes with traditional woven patterns. These had a wide demand not only amongst the rich but also amongst the middle classes. Now the textile manufacturers in Britain produced the very coarse clothes used by the poor people in India. അതായത് ചില സാരികൾക്കൊക്കെ ചില ഇൻഡിക്കേറ്റ് ഡിസൈൻസ് കൊടുക്കണമെങ്കിൽ മെഷീൻസ് പറ്റത്തില്ല, ഹാൻഡ് വർക്ക് തന്നെ വേണം. അങ്ങനെ ഹാൻഡ്ലൂം വർക്കേഴ്സ് കുറച്ച് വർക്കുകൾ കിട്ടുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തു. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓഫ് ഷോലാപൂർ ഇൻ വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് മധുര ഇൻ സൗത്ത് ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയിലെ ഷോലാപൂരും മധുര ഇൻ സൗത്ത് ഇന്ത്യ. ദീസ് ടൗൺസ് എമർജ്ഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് സെൻറ്റേഴ്സ് ഓഫ് വീവിംഗ് ഇൻ ദ ലേറ്റ് 19th century. ഈ ടൗൺസ് ഒക്കെ തന്നെ 19th century വീവിംഗ് സെൻറ്റേഴ്സ് ആയിട്ട് എമർജ് ചെയ്ത് വന്നതാണ്. ലേറ്റർ ഡ്യൂറിംഗ് ദ നാഷണൽ മൂവ്മെന്റ് മഹാത്മാഗാന്ധി urged people to boycott imported textiles and use hand spun and hand woven cloth. Khadi gradually became the symbol of nationalism. The charkha came to represent India and it was put the center of the tricolor flag of the International Congress adopted in 1931. ഇതിനിടയ്ക്ക് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നാഷണൽ മൂവ്മെൻറ്റ് പ്രവർത്തിച്ചപ്പോൾ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ക്ലോത്ത്സും ബോയ്ക്കോട്ട് ചെയ്യാനായിട്ട് ഉത്തരവിടുകയും നമ്മുടെ ഇവിടെ ഹാൻഡ് സ്പൺ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ക്ലോത്ത്സ് മാത്രം ഇന്ത്യയിലെ ക്ലോത്ത്സ് മാത്രം ഉപയോഗിക്കാനും ഓർഡർ ഇട്ടു. അങ്ങനെ ഖാദി എന്ന് പറയുന്ന ഹാൻഡ് മെയ്ഡ് ഡ്രസ്സ് ഇവിടെ പോപ്പുലർ ആവുകയും പിന്നെ നമ്മുടെ ചർക്ക എന്ന് പറയുന്ന ഹാൻഡ് മെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്, സ്പിന്നിങ് ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ ട്രൈകളർ ഫ്ലാഗിൻ്റെ മിഡിൽ വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1931 ഈ ചർക്ക നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ മിഡിലിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് വരികയും ചെയ്തു. ചർക്ക ട്രൈകളർ ഫ്ലാഗിൻ്റെ മിഡിലിൽ ഇടുകയും 1931 അത് ഇന്ത്യൻ നാഷണലിസ്റ്റിൻ്റെ ഒരു സിമ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. വാട്ട് ഹാപ്പൻസ് ടു വീവേഴ്സ് ആൻഡ് സ്പിന്നേഴ്സ് ഹു ലോസ്റ്റ് ദെയർ ലൈവ്ലിഹുഡ്. ഇങ്ങനെ
ജോബ് നഷ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യൻ വീവേഴ്സും സ്പിന്നേഴ്സും ഒക്കെ എന്താണ് ചെയ്തത്? മെനി വീവേഴ്സ് ബിക്കെയിം അഗ്രികൾച്ചർ ലേബറേഴ്സ്, സം മൈഗ്രേറ്റഡ് ടു സിറ്റീസ് ഇൻ സെർച്ച് ഓഫ് വർക്ക് ആൻഡ് each other went out of the country to work in plantations in Africa and South America. Some of these handloom weavers also found work in the new cotton mills that they established in Bombay, Ahmedabad, Sholapur, Nagpur and Kanpur. അതായത് ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ മറ്റു സ്ഥലങ്ങളിൽ പോയി ഒരു ജോലി അന്വേഷിച്ച് ക്ലോത്ത് ഇൻഡസ്ട്രിയിൽ ഹാൻഡ്ലൂം വീവേഴ്സും എല്ലാം തന്നെ അവർ നാഗ്പൂർ, കാൺപൂർ, ബോംബെ, അഹമ്മദാബാദ് തുടങ്ങിയ കോട്ടൺ ടെക്സ്റ്റൈൽ മില്ലിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം ദ ഫസ്റ്റ് കോട്ടൺ മിൽ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ദ സ്പിന്നിംഗ് മിൽ ഇൻ ബോംബെ. അങ്ങനെ 1857 ഫസ്റ്റ് മെക്കനൈസ്ഡ് കോട്ടൺ മിൽ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഫ്രം ദ ഏർലി 19th century ബോംബെ ഹാഡ് ഗ്രോൺ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഫോർ ദ എക്സ്പോർട്ട് ഓഫ് റോ കോട്ടൺ ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ആൻഡ് ചൈന. അങ്ങനെ ബോംബെയിൽ ഫസ്റ്റ് മെക്കനൈസ്ഡ് ടെക്സ്റ്റൈൽ മില്ല് 1854 എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഇറ്റ് വാസ് ക്ലോസ് ടു ദ വാസ്റ്റ് ബ്ലാക്ക് സോയിൽ ട്രാക്ട് ടു വെസ്റ്റേൺ India where cotton was grown. When the cotton textiles mills came up, they could get supplies of raw material with ease. അതായത് ഏറ്റവും കൂടുതൽ ബോംബെയിൽ ഏറ്റവും ക്ലൈമറ്റ് ബ്ലാക്ക് സോയിലാണ് കോട്ടൺ പ്ലാന്റ് വളരാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോംബെയിൽ 1854 ഫസ്റ്റ് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽ സ്റ്റാർട്ട് ചെയ്യുക. അതോടുകൂടി നമ്മുടെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പിന്നെ ഡെവലപ്പ് ചെയ്തത്. ബോംബെക്ക് ശേഷം അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദ് ഒക്കെയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് വന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. Let's wind up the class. Everybody read the lesson 2 or 3 times so that you may get a better understanding of the content. Okay, thank you very much.